വിവാഹമോചനം വേണ്ടെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചനം ആവശ്യപ്പെട്ടുള്ള ഹർജി പിൻവലിക്കും. വീഡിയോ കോൺഫറൻസിലൂടെ സംഗീത കോടതിയിൽ ഹാജരായി. ജോബി ജോർജാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ജോബി, സംഗീത ഈ ഹർജിയിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിവെക്കും രീതിയിലാണ് ഇപ്പോൾ വിവരങ്ങൾ വരുന്നതല്ലേ? കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിജയുടെ അമ്മ ശോഭ സംഗീതയുമായി സംസാരിച്ചുവെന്നും മോചനത്തിൽ നിന്ന് ഈ ഹർജിയിൽ നിന്ന് പിന്മാറാൻ സംഗീത തയ്യാറാണ് എന്ന നിലയിലും നേരത്തെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ച സമയത്ത് ഇത് സംബന്ധിച്ച് സംഗീത ഒന്നും തന്നെ സൂചിപ്പിക്കാതിരുന്നതിനാൽ അക്കാര്യങ്ങളിൽ പിന്നീട് വീണ്ടും ചില ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ചെങ്കൽപ്പേട്ട് കുടുംബ കോടതി ജഡ്ജി സുജാതയ്ക്ക് മുൻപാകെ രാവിലെയാണ് ഈ കേസ് ആദ്യം പരിഗണിച്ചത്. ആ സമയത്ത് വിജയ് നിയമസഭയിലായതിനാൽ, നിയമസഭാ സമ്മേളനത്തിന്റെ തിരക്കായതിനാൽ അടുത്ത ആഴ്ചത്തേക്കോ അല്ലെങ്കിൽ അടുത്ത മാസത്തേക്കോ ഈ ഹർജി മാറ്റിവെക്കണമെന്ന് വിജയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ കേസ് വീണ്ടും പരിഗണിക്കണമെന്ന് സംഗീത പറയുകയും ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് പരിഗണിക്കുകയുമാണ് ചെയ്തത്. ആ സമയത്ത് 15 മിനിറ്റോളം സംഗീത വീഡിയോ കോൺഫറൻസിലൂടെ ജഡ്ജിയുമായി സംസാരിച്ചുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതേ തുടർന്ന് താൻ ഈ വിവാഹമോചന ഹർജിയിൽ നിന്ന് പിന്മാറുകയാണ്, താൻ ഈ ഹർജിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് സംഗീത അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്ന് ഇപ്പോൾ ഈ ഹർജി കോടതി തീർപ്പാക്കി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. 1998 വിജയുടെ ആരാധിക കൂടിയായിരുന്ന സംഗീത വിജയ് വിവാഹം കഴിക്കുന്നത്. അത് UK വെച്ചാണ് ആദ്യം ഈ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് 1999 ചെന്നൈയിലെത്തുകയും മതാചാരപ്രകാരം ഇരുവരും വിവാഹിതരാവുകയുമാണ് ചെയ്തത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഈ ഹർജിയുമായി സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത്. ചെങ്കൽപ്പേട്ട് കോടതിയിൽ നൽകിയ ഹർജിയുടെ പകർപ്പ് പുറത്തു വരികയും അത് വലിയ നിലയിൽ വിജയ്ക്കെതിരെ DMK സൈബർ ഹാൻഡിലുകളൊക്കെ തന്നെ ഉപയോഗിക്കുകയും ചെയ്തതാണ്. വിജയും എന്തായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി അല്ലെങ്കിൽ പുറത്ത് വിജയ് അധികം പ്രതികരണങ്ങൾക്ക് പോയിരുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് റാലിയുമായി ബന്ധപ്പെട്ട് തന്റെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ തന്നെയുണ്ട്. അത് പലതരത്തിൽ തന്നെ വേട്ടയാടാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ആരാധകർ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ, TVKയുടെ പ്രവർത്തകർ അതേ ചൊല്ലി വിഷമിക്കരുത് എന്ന നിലയിലൊരു പ്രതികരണം നടത്തിയതിനപ്പുറത്തേക്ക് വിജയും പരസ്യമായി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇരുവരും വിവാഹ ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ തന്നെ തുടരുന്നു എന്ന നിലയിൽ ഇപ്പോൾ സംഗീത തന്നെ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. അതോടെ ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലടക്കം കഴിഞ്ഞ കുറെ നാളുകളായി പ്രചരിച്ചിരുന്ന പല കാര്യങ്ങൾക്കും അവസാനമാകുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. കോടതിക്കുള്ളിൽ നടന്ന കാര്യങ്ങളാണ്. ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് പുറത്ത് വന്ന് ഇതായും അഭിഭാഷകരടക്കം ഒരു മാധ്യമങ്ങളോട് ഇതുവരെ